ഭഗവാൻ മുരുകൻ്റെ ഭക്തർ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ് എന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അതിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ കണ്ടെത്തി പറയാറുണ്ട്. ഭഗവാൻ ചെറുതായി തന്ന, ഭഗവാനെക്കുറിച്ച് അറിയാൻ ശകലം ഭഗവാൻ എനിക്കും തന്നിട്ടുണ്ട്. അങ്ങനെ പലരും ചിന്തിക്കും, ഇവൻ എന്താ ഇത്ര അറിയാവുന്നത്, ഇവനേക്കാളും എനിക്കറിയാമല്ലോ. എനിക്കറിയാം, എൻ്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക നിങ്ങളെല്ലാവരും എന്നെക്കാളും അറിവുള്ളവരാണ്, എന്നേക്കാൾ ദൈവാനുഗ്രഹമുള്ളവരാണ്. എങ്കിലും എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് എന്തുകൊണ്ട് ഭഗവാന്റെ ഭക്തർ ഇത്രത്തോളം സൗഭാഗ്യം ചെയ്തവരായി മാറുന്നു എന്നതിനെക്കുറിച്ചൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ആദ്യം തന്നെ പറയട്ടെ, ഭഗവാനെക്കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യമാണ് ഒരു സുന്ദരമായൊരു പാട്ടുണ്ട്. പ്രണവപ്പൊരുൾ കണ്ട തിരുമുരുക പരമ്പൊരുളുക്ക് ഗുരുവ. ആ ഒരു ലൈനിൽ വരുന്നൊരു പാട്ടുണ്ട്. അതിൽ ആ വേർഡ് ശ്രദ്ധിച്ചോ, ആ ഒരു വാക്കുകൾ ശ്രദ്ധിച്ചോ? പ്രണവപ്പൊരുൾ കണ്ട തിരുമുരുക. പ്രണവപ്പൊരുൾ, പ്രണവത്തിൻ്റെ പൊരുൾ കണ്ട മുരുക. കാരണം എന്താ? മുരുകൻ തന്നെയാണ് ആ പ്രണവപ്പൊരുൾ. ഇതൊരു സംഗീതമാണ് കേട്ടോ, അതൊരു വലിയ കൃതിയോ മഹാന്മാരെഴുതിയ കൃതിയൊന്നുമല്ല. പരമ്പൊരുളിൻ്റെ ഗുരുവായ ആ ഭഗവാനാണ് മുരുകൻ. എത്ര സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും കേട്ടുപോകുന്നൊരു പാട്ടാണ്. ഭഗവാന്റെ ഭക്തർക്കെല്ലാം അറിയാവുന്നൊരു പാട്ടാണ്. എന്നെക്കാളും നന്നായി നിങ്ങൾക്കറിയാം, കാര്യം നിങ്ങളാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തർ. അപ്പോൾ എല്ലാവർക്കും, നമ്മളെപ്പോലെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പൊരുൾ അത് മനസ്സിലാക്കിയാൽ തന്നെ ഭഗവാന്റെ ഭക്തർ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഭാഗ്യവാന്മാരായത് എന്ന് നമുക്ക് മനസ്സിലാവും. ഭഗവാന്റെ ഇരിപ്പിടം, ഭഗവാന്റെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് ആജ്ഞാചക്രമാണ്. ഭഗവാൻ 6 ആധാരങ്ങളെയും കുറിക്കുന്നതാണ്. 6 ആധാരങ്ങളായിട്ട് ആജ്ഞാചക്രത്തിൽ നിന്ന്, ഭഗവാൻ ശിവൻ്റെ ആജ്ഞാചക്രത്തിൽ നിന്ന് 6 താമര ഇതളുകളിലായിട്ട് ഭഗവാൻ ജനിക്കുമ്പോൾ ഈ 6നെയും ഒന്നാക്കി മുകളിലേക്ക് ഉയർത്തുന്ന ആരാ? ദേവി പാർവതി. അതാണ് ശക്തി, കുണ്ടലിനി ശക്തി, ദേവി. അപ്പോൾ ആ ദേവി ഒന്നാക്കിയാണ് ഭഗവാനെ ആറുമുഖനാക്കുന്നത്. അപ്പോൾ ഈ ആറുമുഖനായിട്ടുള്ള ഭഗവാന്റെ 6ാമത്തെ മുഖം എന്ന് പറയുന്നത് വിരാട്ട പുരുഷനാണ്. നമ്മൾ കൃഷ്ണൻ്റെ വിരാട്ട രൂപം എന്ന് പറയുന്ന പോലെ തന്നെ ആ സഹസ്രശീർഷ പുരുഷ എന്ന് പറയുന്ന അതേ പുരുഷൻ മുരുകൻ്റെ 6ാമത്തെ എന്താ പറയുക, ആ മുഖത്തിലുമുണ്ട് എന്ന് നമ്മൾ പറയും. അതുപോലെ ഒരുപാട് കാര്യമുണ്ട്. ഭഗവാന്റെ യഥാർത്ഥ ഇരിപ്പിടം എന്ന് പറയുന്നത് ആ 6ാമത്തെ ആ തലമായിട്ടുള്ള ആ താമരയായിട്ടുള്ള ആജ്ഞാചക്രത്തിലാണ്. എന്താണ് ആജ്ഞയുടെ പ്രത്യേകത? പ്രണവപ്പൊരുൾ കണ്ട തിരുമുരുകൻ. ആജ്ഞയുടെ അക്ഷരം എന്ന് പറയുന്നത്, ആജ്ഞയുടെ മന്ത്രം എന്ന് പറയുന്നത് ഓമാണ്. അകാര ഉകാര മകാരമാണ് ആജ്ഞയുടെ യഥാർത്ഥ ബീജാക്ഷരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആജ്ഞയുടെ അക്ഷരം ഓമായത്? ഓം എന്ന് പറയുന്ന ആ അക്ഷരത്തിൽ നിന്നാണ് സർവ്വമന്ത്രങ്ങളും ഉണ്ടായത്, പ്രപഞ്ചം തന്നെ സൃഷ്ടമായത്. എല്ലാം സ്ത്രീയും പുരുഷനുമായി വിഭജിക്കുന്നത് ഈ ഓമിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ ആജ്ഞാചക്രത്തിന് മുക്ത ത്രിവേണി എന്ന് പറയും. ത്രിവേണി എന്താണ്? ഗംഗ, യമുന, സരസ്വതി, ഇട, പിങ്കള, സുഷുമ്ന. ഇത് 3. യോഗയിൽ ത്രിവേണി, നമ്മളല്ലാതെ ത്രിവേണി എന്ന് പറയുമ്പോൾ നമ്മൾ ഗംഗ, യമുന, സരസ്വതി എന്ന് പറയും. പക്ഷേ യോഗിക് ടേംസിൽ അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ഇട, പിങ്കള, സുഷുമ്ന. ഇട എന്ന് പറയുന്നത് ദേവിയാണ്, അല്ലെങ്കിൽ ഒരു മൂൺ എലമെൻ്റാണ്, അല്ലെങ്കിൽ സ്ത്രീ ശക്തിയാണ്. പക്ഷേ പിങ്കള എന്ന് പറഞ്ഞാൽ അത് ശിവനാണ്, അല്ലെങ്കിൽ മസ്കുലിനാണ്. ആ 2 വ്യത്യാസമുണ്ട്. ഒന്ന് ഫെമിനൈൻ ആണെങ്കിൽ ഒന്ന് സണ്ണാണ്, ഒന്ന് മൂണാണെങ്കിൽ ഒന്ന് സണ്ണാണ്. അപ്പോൾ അതുപോലെ വ്യത്യാസമുണ്ട്. സുഷുമ്ന, ഇത് 3മാണ് ഈ ത്രിവേണി. ഈ ത്രിവേണി മുക്തമാവുന്നത് ആജ്ഞാചക്രത്തിൽ നിന്നാണ്. ആ മുക്തമാകുമ്പോഴാണ് പ്രണവം ഉണ്ടാകുന്നത്. ഇവിടെ വെച്ച് നമ്മൾ ആ ബാലൻസ് തീരുകയാണ്. ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം, മസ്കുലിൻ ഫെമിനൈൻ എന്നുള്ള വ്യത്യാസം, സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം മുരുകനിൽ നിന്ന് അവസാനിക്കുന്നു. അതുകൊണ്ട് മുരുകനിൽ ഞാൻ എപ്പോഴും പറയും, ദേവിയുണ്ട്, ഭഗവാനുണ്ട്. ഭഗവാന്റെ തന്നെ രൂപമാണ്, ശിവൻ്റെ തന്നെ ആജ്ഞയാണ്, ശിവൻ്റെ തന്നെ കമാൻഡാണ് ഭഗവാൻ മുരുകനെങ്കിലും മുരുകൻ യഥാർത്ഥത്തിൽ അമ്മയുമാണ്, അതേപോലെ അച്ഛനുമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഇടത്തെ സൈഡ് സ്ത്രൈനമായും വലത്തേ വശം പൗരുഷമായി നിൽക്കുന്നത്. നമ്മൾക്ക് ആ ഭഗവാന്റെ ചിത്രം തന്നെ നല്ല കലാകാരന്മാർ വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പൊരുൾ? ഇവിടെ നിന്ന് ഈ ഡെഫിനിഷൻ എല്ലാം തീരും. ഞാൻ നീ എന്നുള്ള വ്യത്യാസം മുരുകനിൽ നിന്നാണ് അവസാനിക്കുന്നത്. ഈ അവസാനിക്കുന്ന പോയിന്റിലാണ് അറിവുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അറിവിൻ്റെ ദേവനാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഭഗവാന്റെ ഭക്തരാണെങ്കിൽ ഉറപ്പായും അറിവുണ്ടായിരിക്കും. ഉറപ്പായും അറിവ്, നല്ല രീതിയിൽ യഥാർത്ഥ അറിവ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വിദ്യ ഉണ്ടായിട്ട് കാര്യമില്ല, വിദ്യയിൽ നിന്ന് അറിവുണ്ടായിട്ടേ കാര്യമുള്ളൂ. ആ വിദ്യയിലൂടെ ഭഗവാന് അറിവ്, നമ്മൾ വിദ്യ ഉപയോഗിച്ച് ആ അറിവ് കിട്ടുമ്പോൾ ആ അറിവിനൊരു മധുരമുണ്ട്. എങ്ങനെയാണോ ഒരു പുതിയ മാമ്പഴം നമ്മൾ
രുചിക്കുമ്പോൾ മധുരമുണ്ടാകുന്നത് അതേ മധുരം. അതുകൊണ്ടാണ് ഭഗവാനെ ജ്ഞാനപ്പഴം എന്ന് പറയുന്നത്. പുതുമാങ്കനി പുത്തമൃതേ ഗുളമേ മധുവേ മധുരക്കനിയേ രസമേ വിധി മാധവരാധി തിരഞ്ഞിടുമെൻ പതിയേ പദപങ്കജമേ ഗതിയേ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ചിഞ്ചട ചിന്തനത്തിൽ അവസാനത്തെ ശ്ലോകത്തിന് മുൻപ് പറയും. അതായത് ഗുരുദേവൻ അനുഭവിച്ച ആ ജ്ഞാനപ്പഴത്തിൻ്റെ മധുരത്തെക്കുറിച്ചാണ്. അത്രത്തോളം ഉന്നതമായ അവസ്ഥയിൽ എത്തുമ്പോഴാണ് മഹാപുരുഷന്മാർക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കുന്നത്. പുതുമാങ്കനി, പുതിയ മാമ്പഴം, പഴയ മാമ്പഴമല്ല, പുതിയ മാമ്പഴത്തിൻ്റെ ഒരു മധുരമുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ഒരു മധുരം. അതുപോലെ മുരുകൻ എപ്പോഴും ഫ്രഷാണ്. അതുകൊണ്ടാണ് മുരുകൻ എപ്പോഴും കുഴന്തയായിട്ട്, കുട്ടിയായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്, കുട്ടിയായിട്ട് കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഭഗവാന് പ്രായമാകില്ല. ഭഗവാൻ എപ്പോഴും എത്ര പ്രായമായാലും കവിൾത്തടങ്ങളും എല്ലാം ഒരു കുഴന്തൈ രൂപത്തിലാണ് കാണിക്കുന്നത്. ഈ കുഴന്തൈ രൂപത്തിൽ കാണിക്കുന്നത് എന്താ? ആ പുതിയ മാമ്പഴമാണ്. അതുകൊണ്ടാണ് പാർവതി അമ്മ ഭഗവാൻ മുരുകനെ നോക്കി പഴം നീയാണപ്പാ, നീയാണ് പഴം, വേറൊന്നുമല്ല, നീ തന്നെയാണ് പഴം എന്ന് മുരുകനെ നോക്കി പറയുന്നത്. നിനക്കെന്തിനാ പഴം, നീയല്ലേ പഴം. അപ്പോൾ ആ പഴത്തിൻ്റെ മധുരം നുകർന്ന ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ഇന്ന് പലരും പറയുന്നത് കേൾക്കുമ്പോഴാണ് ഗുരുദേവന് മോക്ഷം ലഭിച്ചിട്ടില്ല, ഗുരുദേവൻ തമിഴ്നാട്ടിൽ ജനിച്ചു എന്നൊക്കെ എന്നോട് ഒരു 3-4 പേര് പറഞ്ഞു. ആരോ പറഞ്ഞിട്ടാണ്, ആരോ അറിവില്ലാത്തവർ പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ഗുരുദേവനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഗുരുക്കന്മാർ ചട്ടമ്പിസ്വാമി, ആദിശങ്കരാചാര്യയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നവരുടെ എത്രയും വലിയ ദുഷ്ഗതി വരുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഗുഡ് ലക്ക്, നിങ്ങൾ അത്രയും നശിച്ചു പോകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇതാണ് സത്യം. ഗുരുക്കന്മാരെക്കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തുക, അമ്മയെ അച്ഛനെയും ദ്രോഹിക്കുക, ഇതാണ് ഏറ്റവും വലിയ ഒരാൾ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാപകർമ്മങ്ങൾ. അതൊക്കെ ഗുരുദേവൻ ചിഞ്ചട ചിന്തനത്തിൽ ആ മധുരം നുകർന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ജനനി നവരത്ന മഞ്ജരി, ഇതിലൊക്കെ ഗുരുദേവൻ എത്ര വലിയ രീതിയിലാണ് ഗുരുദേവൻ്റെ അനുഭവങ്ങളെ വർണ്ണിക്കുന്നത്. ആ അനുഭവത്തിലെത്തിയവരാണ് ഗുരുദേവൻ്റെ പാദത്തിൻ്റെ അത്രയും പോലും, പാദത്തിൻ്റെ അരികെ കിടക്കുന്ന മണ്ണിൻ്റെ അത്രയും പോലും വിലയില്ലാത്തവർ, ഒരു ധൂളിയുടെ അത്രയും പോലും വിലയില്ലാത്തവരാണ് ഗുരുദേവന് മോക്ഷം ലഭിച്ചില്ലെന്ന് പറയുന്നത്, അത് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല, മുരുക ഭഗവാന്റെ ഉത്തരവ് തന്നെയാണ് ഞാനിങ്ങനെ പറയാൻ കാര്യം. ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും, ഈ 2 ഗുരുക്കന്മാരാണ് കേരളത്തിൽ ഭഗവാൻ മുരുകൻ്റെ ഏറ്റവും അടുത്ത മഹാപുരുഷന്മാർ. ഈ 2 പേരെക്കുറിച്ചും, ചട്ടമ്പിസ്വാമിയെക്കുറിച്ചും ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കാതെ, അതാ ഗുരുദേവൻ അനുഭവിച്ച ആ മാമ്പഴമാണ്. ആ മാമ്പഴമാണ് പളനിയിലെ മാമ്പഴം. ആ മാമ്പഴം നുകരുമ്പോഴാണ് സഹസ്രദളപത്മത്തിൽ ആ സത്യബോധം ഉണ്ടാകുന്നത്. ആ സത്യബോധം എന്തുകൊണ്ടാണ് സഹസ്രദളപത്മം, എന്തുകൊണ്ടാണ് 1000 ഇതളുള്ള താമര? 1000 എന്ന് പറയുന്നത് നിർവചിക്കാനാവാത്തതിനെ സൂചിപ്പിക്കുന്നതാണ്. സഹസ്ര ശീർഷ പുരുഷ അല്ലെങ്കിൽ സഹസ്രപാദമുള്ള പുരുഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് നിർവചിക്കാൻ സാധിക്കാത്ത അത്രയും ഭഗവാന്റെ അളവുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് സഹസ്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ സഹസ്ര ദളപത്മത്തിലുണ്ടാകുന്ന ആ ഒരു സത്ത നുകരണമെങ്കിൽ അത് മുരുകനാണ്. അതിൻ്റെ സത്യം, അതിൻ്റെ രുചി നുകരണമെങ്കിൽ ആ മാമ്പഴമാണ് മുരുകൻ. ഇതാണ് ഭഗവാന്റെ യഥാർത്ഥ സത്യം. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തർ ആരാണെങ്കിൽ തന്നെയും അവർക്ക് യഥാർത്ഥ അറിവുണ്ടാകുകയും, അതുപോലെ തന്നെ ഭഗവാൻ ആരാണ്? സേനാധിപതിയാണ്. സേനാധിപതി എന്താ? കമാൻഡ് ചെയ്യാം. ആജ്ഞാചക്രത്തിൽ 2 കാര്യമാണ്. ഒന്ന് അറിവ്, ഭഗവാൻ തന്നെ അറിവാണ്. അഴകെன்ற സൊല്ലുക്ക് അഴകുമാണ്, അറിവുമാണ്, അതുപോലെ ആജ്ഞയുമാണ് ഭഗവാൻ. ആജ്ഞാചക്രത്തിൽ അറിവുണ്ടാവും, നമ്മൾക്ക് യഥാർത്ഥ അറിവുണ്ടാവും. അതുപോലെ തന്നെ ആജ്ഞാപിക്കാനുള്ള ശേഷി ഉണ്ടാവും. ആജ്ഞാപിക്കാനുള്ള ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? കമാൻഡിങ് പവർ. അതുകൊണ്ടാണ് ഭഗവാൻ കമാൻഡറാകുന്നത്, ആർമി കമാൻഡർ. ആജ്ഞാപിക്കാനുള്ള ശക്തിയുണ്ട് ഭഗവാൻ. ആജ്ഞാപിക്കാൻ, നമ്മളോടിപ്പോൾ ഒരാൾ ആജ്ഞാപിക്കുകയാണ്, നമ്മളെക്കാളും ജൂനിയർ ആയിട്ടൊരാൾ നമ്മളുടെ ജോലി സ്ഥലത്ത് നമ്മളോട് ആജ്ഞാപിക്കുകയാണെങ്കിൽ നമ്മളത് കേൾക്കില്ല. കാര്യം നീ എന്നേക്കാൾ ജൂനിയർ ആണെന്നുള്ളൊരു മനസ്സിൽ നമുക്ക്, കാരണം ഇവൻ അതിനുള്ള ശേഷിയില്ല, എന്നോട് ആജ്ഞാപിക്കാനുള്ള ശേഷിയില്ല. പക്ഷേ നമ്മളുടെ മാനേജർ, നമ്മളെ നയിക്കുന്ന ആൾ, നമ്മളുടെ ഓണർ ആജ്ഞാപിച്ചാൽ നമ്മൾ കേൾക്കും. കാര്യം എന്താ? അയാൾ പ്രാപ്തി തെളിയിച്ച ആളാണ്, അയാൾക്ക് പണമുണ്ട്, അയാൾക്ക് പവറുണ്ട്. അങ്ങനെ ആ പവർ തെളിയിച്ച, ആജ്ഞാപിക്കാനുള്ള പവർ തെളിയിച്ച ദേവന്മാരോട് ഭഗവാൻ ഉത്തരവിട്ടാൽ ആ ഉത്തരവ് നടപ്പാക്കിയിരിക്കണം. അതാണ് ഭഗവാന്റെ ശക്തി, അതാണ് ആജ്ഞയുടെ ശക്തി. ആജ്ഞാപിക്കാനുള്ള ശക്തിയാണ്. ആജ്ഞയിൽ 2 ശക്തിയാണുള്ളത്. ഒന്ന് ആജ്ഞാപിക്കാനുള്ള ശക്തി, ഒന്ന് അറിവിൻ്റെ ശക്തി. ഇത് രണ്ടുമാണ് മുരുകൻ. അതാണ് മുരുകൻ. അതുപോലെ തന്നെ സൗന്ദര്യം, ആ പഴത്തിനൊരു സൗന്ദര്യമുണ്ട്, ആ പഴത്തിനൊരു രുചിയുണ്ട്, ആ പഴത്തിനൊരു മധുരമുണ്ട്. അതാണ് ആ അറിവിൻ്റെ ജ്ഞാനപ്പഴമായിട്ടുള്ള ഗുരുദേവനും എല്ലാ യോഗിമാരും നുകരുന്ന ആ ജ്ഞാനപ്പഴം. ആ പഴമാണ്. നീ കായായാൽ പളനിക്ക് വരാൻ സാധിക്കില്ല, നീ പഴമാകണം. നീ ഒരു ഗുരുവിൻ്റെ സ്പർശത്താൽ നീ താഴേക്ക് വീഴണം. നമ്മളൊരു കായ എത്ര പറിക്കാൻ ശ്രമിച്ചാലും, എത്ര കല്ലെറിഞ്ഞാലും താഴേക്ക് പോരില്ല. പച്ചയായിട്ടുള്ളൊരു ഫ്രൂട്ടാണെങ്കിൽ, പച്ചയായിട്ടുള്ളൊരു ഫലമാണെങ്കിൽ നമ്മൾ എത്ര കല്ലെറിഞ്ഞാലും താഴേക്ക് പോരില്ല. മാങ്ങയാണെങ്കിൽ. പക്ഷേ പഴമായതിനെ ഒന്ന് തൊട്ടാൽ താഴേക്ക് പോരും. ഗുരു ഒന്ന് തൊട്ടാൽ
അല്ലെങ്കിൽ ഭഗവാൻ ഒന്ന് വന്നാൽ തന്നെ ആത്മീയമായ ഉന്നതിയിലേക്ക് പോകാൻ പ്രാപ്തമായി അത്രത്തോളം പഴമായി നിൽക്കുന്ന പുതിയ മാങ്കനിയായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ആ പുതിയ മാങ്കനിയെ രുചിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് തലമൂത്ത സിദ്ധന്മാരൊക്കെ പറയുന്നത്, നീ പഴമായിട്ടേ പളനിക്ക് പോകാവുള്ളൂ. അവിടെ ഇരിക്കുന്നത് പഴമായിട്ടുള്ള ഭഗവാനാണ്. പഴമായിട്ടുള്ള ഭഗവാനെ കണ്ടെങ്കിൽ പഴമാകണം, അല്ലാതെ പക്വതയില്ലാതെ അവിടെ ഇവിടെ അലിഞ്ഞു തിരിഞ്ഞല്ല. യഥാർത്ഥ ബോധമുണ്ടായിട്ട് ഭഗവാന്റെ അടുത്ത് ഒന്ന് പോയാൽ മതി. പളനിയിൽ ഒറ്റ തവണ പോയാൽ മതി. ഒരു തവണ പോകുമ്പോഴേ ആ ജ്ഞാനം നമ്മൾക്കുണ്ടാകും. ആ ജ്ഞാനദണ്ഡായുധപാണി എന്ന പഴം നമ്മളുടെ ഉള്ളിൽ ഉദിക്കും. അപ്പം ഇതാണ് സത്യം. ഇതാണ് നമ്മളുടെ യോഗിമാരും മഹാപുരുഷന്മാരും ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടുള്ള സത്യം. ഇതാണ് ഭഗവാൻ എന്ന സത്യം. ആ ഭഗവാന്റെ ആ മയിൽ വിരിച്ചാടുന്നത്, മയിൽ എങ്ങനെയാണോ, ആ സഹസ്രദള പത്മം തന്നെയാണ് മയിലിൻ്റെ ആ ഇതളുകൾ, മയിലിൻ്റെ ആ പീലികൾ, ആ സഹസ്രദളം തന്നെയാണ്. നിർവചിക്കാൻ സാധിക്കാത്ത ശക്തിയാണ്. അതാണ് യഥാർത്ഥ ആത്മീയമായ സത്യം. ആ മയില് പീലി വിടർത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പീലി വിടർത്തി കളിയാടുമ്പോൾ താഴെ ഒരു സർപ്പത്തെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. താഴേക്ക് സഞ്ചരിക്കുന്ന സർപ്പത്തെ ചവിട്ടിപ്പിടിച്ച് മുകളിലേക്ക് ഉദ്ധരിപ്പിക്കാനാണ് ആ മയിൽ ശ്രമിക്കുന്നത്. അങ്ങനെ ഉദ്ധരിച്ചെങ്കിൽ മാത്രമേ ആ മുരുകൻ്റെ മയിൽ നമ്മളുടെ ഉള്ളിലും കളിയാടുകയുള്ളൂ, നമ്മളുടെ തലയിലും അല്ലെങ്കിൽ നമ്മളുടെ ശിരസിലും കളിയാടുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാന്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് കാര്യമുണ്ടായിരിക്കും. ഒന്ന് അറിവ്, ഒന്ന് ആജ്ഞാപിക്കാനുള്ള ശേഷി, കഴിവ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ റിക്വസ്റ്റ് ചെയ്യുകയല്ല, ഇതൊന്ന് നടത്തി തരണേ, ഇതൊന്ന് നടക്കുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് കാത്തിരിക്കുകയല്ല, കമാൻഡ് ചെയ്യുക. ഞാൻ നേടിയെടുക്കും, എനിക്ക് വേണം എന്നാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് തരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയല്ല, എനിക്ക് തരുമോ, എനിക്ക് വേണം. അതാണ് മുരുകനും പറയുന്നത്, എനിക്ക് ആ പഴം വേണം, തന്നില്ലെങ്കിൽ ഞാൻ പോകും. അതാണ് ആജ്ഞാപിക്കാനുള്ള ശക്തി. ആ ആജ്ഞാപിക്കാനുള്ള ശക്തി നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് വാശിയാവും. അതാണ് മുരുകൻ്റെ കാര്യം. അപ്പോൾ മുരുക ഭക്തർ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ്. അവരെല്ലാം നേടിയെടുക്കുന്നവരാണ്. റിക്വസ്റ്റ് ചെയ്യില്ല, എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അത് നേടിയെടുത്തിരിക്കും. റിക്വസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ആ റിക്വസ്റ്റ് സ്വീകരിക്കുന്ന ആളുടെ മനസ്സ് പോലെ ഇരിക്കും. ഇപ്പോൾ നമ്മൾക്കൊരു മാമ്പഴം കഴിക്കാൻ ആഗ്രഹമുണ്ട്, മുറ്റത്ത് മാവുമുണ്ട് മാമ്പഴവുമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചേട്ടനോട് ചോദിക്കണം, ചേട്ടാ ആ മാമ്പഴം ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് പറിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ആൾക്ക് വേണമെങ്കിൽ പറിച്ചു തരുമോ, അല്ലെങ്കിൽ തരില്ല. ചിലപ്പോൾ ആൾ തന്നെ കഴിച്ചുകൊണ്ട് പോകും. പക്ഷേ ഒരു മുരുക ഭക്തൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യില്ല. ആ മാമ്പഴം എങ്ങനെ പറിക്കാമെന്ന് ചിന്തിക്കും, അത് പറിച്ചെടുക്കും. അതിൻ്റെ കൊമ്പ് കയറിയോ അതിൻ്റെ മുകളിൽ കയറി എങ്ങനെയെങ്കിലും അത് പറിച്ചെടുക്കും. അതാണ് ആജ്ഞയുടെയും ആജ്ഞാപിക്കാൻ ശക്തി ഇല്ലാത്തവരുടെയും റിക്വസ്റ്റ് ചെയ്യുന്നവരുടെയും ആജ്ഞാപിക്കുന്നവരുടെയും വ്യത്യാസം. ഇത് തന്നെയാണ്, ഈ ഒരു ഗുണം കൊണ്ടാണ് ഭഗവാൻ ദേവസേനാധിപതി ആയതുകൊണ്ട്, ഈ ഒരു ഗുണം കൊണ്ടാണ് ഭഗവാൻ പളനി മലയിലേക്ക് തൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോയത്. എനിക്കിനി കൈലാസം വേണ്ട എന്ന് പറഞ്ഞത് ആ ആജ്ഞാപിക്കാനുള്ള ശക്തി കൊണ്ടാണ്, ആ വാശി കൊണ്ടാണ്. ആ വാശി ഉണ്ടാവും. ആജ്ഞയിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, അറിവുണ്ടാവും. പ്രണവത്തെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രണവം മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അറിവ്. അകാരമായി നിൽക്കുന്ന ആ ഓമിനെ മനസ്സിലാകുന്നു. അതാണ് പ്രണവ പുരളാണ് മുരുകൻ. അതുപോലെ തന്നെ ദേവസേനാധിപതിയാണ്, ആജ്ഞാപിക്കാനുള്ള ശക്തിയാണ്. ഇത് രണ്ടും ആജ്ഞയിലാണ് ഇരിക്കുന്നത്. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഒരാൾക്കുണ്ടെങ്കിൽ, അറിവും വാശിയും ഒരാൾക്കുണ്ടെങ്കിൽ, അറിവും കമാൻഡ് ചെയ്യാനുള്ള പവറും ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഞാനിത് രണ്ടിൻ്റെയും കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ഓർമ്മ വന്നിട്ടുണ്ട്. ആളുടെ പേര് കമൻറ്റ് ചെയ്യാം. ഈ രണ്ടും അദ്ദേഹത്തിന് ചേർന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ ലോകം വെട്ടിപ്പിടിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതേപോലൊരു ശക്തി, അതാണ് മുരുകൻ നമ്മൾക്ക് തരുന്നത്. മുരുകൻ്റെ ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ ആകും നമ്മൾ. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ ആൾ ദേവിയുടെ വലിയ ഭക്തനാണ് കേട്ടോ, അത് വേറെ കാര്യം. എങ്കിലും അതാണ് മുരുകൻ്റെ ആ ശക്തി വരുമ്പോഴാണ് നമ്മൾക്കെല്ലാം ഉണ്ടാകുന്നത്. അറിവും ആജ്ഞാപിക്കാനുള്ള കമാൻഡിങ് പവറും. ശിവൻ്റെ കമാൻഡിൽ നിന്നാണ് ഭഗവാൻ ജനിക്കുന്നത്. അതുപോലെ ഭഗവാന്റെ കമാൻഡിൽ നിന്നാണ് ദേവസേന ചലിക്കുന്നത്. പത്നിയായിട്ടുള്ള ദേവസേനയല്ല കേട്ടോ പറയുന്നത്, ഭഗവാന്റെ ആർമി ചലിക്കുന്നത്. ദേവന്മാരെന്ത് ചെയ്യണം ഭഗവാൻ പറയും, അതാണ് ആജ്ഞാപിക്കാൻ. ഞാൻ എന്ത് പറയുന്നോ അത് ചെയ്തോണം, അതാണ് ഭഗവാന്റെ റൂൾ. അതാണ് ഭഗവാന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഞാൻ പറയും, നീ ചെയ്യും. അതാണ് ആ പവർ, അതാണ് ഭഗവാന്റെ ശക്തി. അതുപോലെ ഗുരുവാണ് ഭഗവാൻ. ആ പ്രണവപ്പൊരുൾ പിന്നെ ഗുരു അല്ലാതെ പിന്നെ ആരാകാനാ, അല്ലേ? അപ്പോൾ ആ ഒരു ശക്തിയും ഭഗവാനുണ്ട്, അറിവും എല്ലാം തികഞ്ഞ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഭഗവാന്റെ ഭക്തരെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവർ ഈ ലോകത്ത് വേറുണ്ടാകില്ല. ഇനി ഭഗവാന്റെ ഭക്തരായിട്ടുള്ള, ഭഗവാന്റെ അടുത്തു നിൽക്കുന്ന മഹാപുരുഷന്മാരായിട്ടുള്ള ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുദേവനെയും പാമ്പൻ സ്വാമിയെയും അരുണഗിരിനാഥരെയൊക്കെ പുച്ഛിക്കുന്നതിനും അവരെയൊക്കെ താഴ്ത്തി കാട്ടുന്നതിനും മുൻപ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ദേവനെ നിന്ദിക്കുന്നതിനേക്കാൾ വലിയ അപരാധമാണ്, വലിയ തെറ്റാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഗുരുക്കന്മാരുടെ, ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഗുരുവിൻ്റെ, ആ മഹാഗുരുവിൻ്റെ കൃതികൾ മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ പറയുന്നത് ഗുരുദേവൻ അറിവ് അല്ലെങ്കിൽ ഗുരുദേവന് മോക്ഷം കിട്ടിയില്ലെന്ന്?
ഗുരുദേവൻ ശരീരസ്ഥനായിരുന്നപ്പോൾ തന്നെ ആ സമാധി അവസ്ഥയൊക്കെ കടന്നുപോയ ആളാണ്. എത്രയോ തവണ, എത്രയോ സന്ദർഭങ്ങൾ. ആ ഗുരുവിനെക്കുറിച്ചാണോ, ആ ഗുരുദേവൻ്റെ കൃതികൾ വായിച്ചിട്ടാണോ, മനസ്സിലാക്കിയിട്ടാണോ? മനസ്സിലായോ? അത് നമ്മൾക്ക് ബോധ്യപ്പെട്ടോ? ഞാൻ എല്ലാവരോടും അല്ല കേട്ടോ, ഈ വീഡിയോ കാണുന്ന 99% പേരും ഗുരുക്കന്മാരെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ചില ആളുകൾ അവർ ഗുരുക്കന്മാരെക്കാൾ വലിയ ആളാണെന്ന വിചാരം. ഗുരുദേവൻ സമാധി പ്രാപിച്ചിട്ടില്ല. ഗുരുദേവനെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതലും. നേരത്തെ ചട്ടമ്പി സ്വാമിയെക്കുറിച്ചായിരുന്നു ഒരിടയ്ക്ക്. ഈയിടെ പാമ്പൻ സ്വാമിയെക്കുറിച്ച് തമിഴിൽ കുറേ വീഡിയോ ആയിരുന്നു. എന്നോട് ഒരാൾ പാമ്പൻ സ്വാമിയെക്കുറിച്ച് ചോദിച്ചു. ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അത്രയും നേരം ഞാൻ ശാന്തനായിട്ട് സംസാരിച്ചു. പക്ഷേ പാമ്പൻ സ്വാമിയെ താഴ്ത്തി കാട്ടിയപ്പോൾ എൻ്റെ ഉള്ളിലെ ആ എന്താ പറയുക, സിംഹം ഉണർന്നു. അതുവരെ ഞാൻ പാവമായിട്ടായിരുന്നു. ഗുരുക്കന്മാരെ, നിങ്ങൾ ദേവന്മാരെ കുറ്റം പറഞ്ഞാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗുരുക്കന്മാരെ കുറ്റം പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല, ക്ഷമിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും ഗുരുക്കന്മാരെ നിന്ദിക്കാൻ പോകരുത്. ഗുരു ഗുഹനാണ് മുരുകൻ. ഗുരു ഗുഹൻ, ഗുരുവാണ്, പരമ്പൊരുളിൻ്റെ ഗുരുവാണ്, സ്വാമിനാഥനാണ്. ആ സ്വാമിക്കും നാഥനായിട്ടുള്ള ആ ഗുരുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, മുരുക ഭക്തരാണെങ്കിൽ, ശ്രീനാരായണ ഗുരുദേവനെയും നിങ്ങൾ ബഹുമാനിക്കണം, ചട്ടമ്പി സ്വാമിയെ നിങ്ങൾ ബഹുമാനിക്കണം, പാമ്പൻ സ്വാമിയെ നിങ്ങൾ ബഹുമാനിക്കണം, അരുണഗിരിയാരെയും ബഹുമാനിക്കണം, എല്ലാ സിദ്ധന്മാരെയും, വൈഷ്ണവ, ശാക്തേയ അല്ലെങ്കിൽ സൗരി, ഏത് പരമ്പരയിൽ വരുന്ന ഗുരുക്കന്മാരെയും, ശൈവ ഏത് ഗുരുക്കന്മാർ, സിദ്ധന്മാരെ, നാഥ് പരമ്പരയിൽപ്പെട്ട ഗുരുക്കന്മാരെ എല്ലാവരെയും ബഹുമാനിക്കണം. അതാണ് മുരുകന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. അഹോബിലം അഹോബിലം.